സിംഹത്തിനും കടുവയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ ഇങ്ങനെ പേര് നൽകാമോ എന്നാണ് കൽക്കട്ട ഹൈക്കോടതി ചോദിച്ചത്. അപ്പൊ ഇത്രയും കാലം എങ്ങനെ ആയിരുന്നു എന്നാ കേട്ടോ, ആ കഥയാണിത്. 1970-കളിൽ ഗുജറാത്തിലെ ജുനഗഡ് മൃഗശാലയിൽ 2 സിംഹങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് റാമും മറ്റൊന്ന് മുംതാസും. മൈസൂരു സൂവിൽ 1980-ൽ ആൺകടുവയ്ക്കും പെൺകടുവയ്ക്കും നൽകിയ പേര് കൃഷ്ണനും രാധയും എന്നായിരുന്നു. ഇവയുടെ കുഞ്ഞുങ്ങളുടെ പേരോ മുംതാസും സഫ്തറും. അക്ബറും സീതയും മാത്രമല്ല, അശോക ചക്രവർത്തിയുടെ പേരും ആരെങ്കിലും ഇടുമോ എന്ന് കോടതി ചോദിച്ചു. ഉണ്ടായിരുന്നു. 1991-ൽ ജുനഗഡിൽ അശോക് എന്ന സിംഹം ഉണ്ടായിരുന്നു. ഒഡീഷയിൽ 2 കടുവകളുടെയും പേര് അശോക് എന്നായിരുന്നു. അശോകിന് കൂട്ട് തനൂജി എന്ന പെൺകടുവയായിരുന്നു. ഈ പെൺകടുവയുടെ അച്ഛന്റെ പേര് വിശ്വാമിത്രൻ എന്നായിരുന്നു. വിശ്വാമിത്ര കടുവയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പേര് വസിഷ്ഠ. ഇതാദ്യമല്ല അക്ബർ സീത കടുവയും സിംഹവും. 1974-ന് ശേഷം 13 കടുവകളുടെ പേര് സീത എന്നായിരുന്നു. 2011-ൽ ഹൈദരാബാദ് മൃഗശാലയിൽ അതുൽ സോണിയ സിംഹങ്ങളുടെ കുഞ്ഞിന് നൽകിയ പേര് അക്ബർ എന്നായിരുന്നു. ഈ അക്ബർ സിംഹത്തിന്റെ സഹോദരിയുടെ പേര് ലക്ഷ്മി. 1981-ൽ മൈസൂരുവിലും 2016-ൽ മംഗളൂരുവിലും പിറന്ന കടുവ കുഞ്ഞുങ്ങൾക്ക് നൽകിയത് അമർ, അക്ബർ, അന്തോണി എന്നായിരുന്നു. ഇനി കുറച്ച് വംശാവലി. 1976-ൽ മൈസൂരുവിലെ കൃഷ്ണ എന്ന കടുവ ജന്മം നൽകിയ പെൺകടുവയുടെ പേര് ശൂർപ്പണക. 87-ൽ കൊൽക്കത്തയിൽ ശിവ എന്ന കടുവയുടെ കുഞ്ഞിന് പേര് ബീഗം. പൂനെയിലെ ലക്ഷ്മി കടുവയ്ക്ക് 2 കുട്ടികൾ, ജിപ്സിയും റസിയയും. 98-ൽ കൊൽക്കത്തയിലെ ഗായത്രി കടുവയുടെ കുട്ടിക്ക് കൊടുത്തത് ബാദ്ഷാ എന്ന്. ഔറംഗാബാദിലെ സീത കടുവയുടെ കുട്ടി കൈഫായിരുന്നു. ബിലായിലെ ഗംഗ കടുവയ്ക്ക് മകനുണ്ടായപ്പോൾ നൽകിയ പേര് സുൽത്താൻ എന്നായിരുന്നു. ഇറ്റാവയിലെ സുൽത്താൻ കടുവയുടെ പിതാവിന്റെ പേര് ശങ്കർ എന്നായിരുന്നു. ദൈവങ്ങളുടെ പേര് മാത്രമല്ല, കപിൽ, തെണ്ടുൽക്കർ, ദ്രാവിഡ്, ഹേമ, അമിതാഭ്, ഐശ്വര്യ, രേഖ, മാധുരി, കരിഷ്മ, കാജൽ, കരീന, പ്രഭാസ്, ധനുഷ്, കൽപ്പന ചൗള എന്നൊക്കെയും കടുവയ്ക്കും സിംഹത്തിനും പേരുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ കുറച്ചുകൂടി സഹിഷ്ണുതയുള്ളവരായിരുന്നു. അറ്റ്ലീസ്റ്റ് മൃഗങ്ങളുടെ പേരിലെ മതമെങ്കിലും നോക്കാതെ ഇരുന്നിരുന്നു.